അസ്സലാമു അലൈക്കും. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഇന്ന് ഒക്ടോബർ 10. ഈ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ലോക മാനസികാരോഗ്യ ദിനമായി ആചരിക്കുന്നത് ഈ ദിവസത്തിലാണ്. ഇന്ന് നമുക്കറിയാം, ലോകത്തെ ഭൂരിപക്ഷം ജനങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയൊരു പ്രശ്നമാണ് മാനസികമായ പ്രശ്നങ്ങൾ. ഒരുപാട് മാനസിക സംഘർഷങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ആത്മഹത്യാ നിരക്കുകൾ കഴിഞ്ഞ കാലങ്ങളെക്കാൾ അപേക്ഷിച്ച് ധാരാളമായി കൂടിക്കൊണ്ടിരിക്കുന്ന കാലം. നമുക്കറിയാം, കേരളത്തിൽ പോലും ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്ന സംസ്ഥാനം എന്ന് പറയുന്നത് കേരളമാണ്. 25.61 ആണ് കേരളത്തിലെ ശരാശരി ആത്മഹത്യാ നിരക്ക് എന്നാണ് പഠന റിപ്പോർട്ടുകൾ പറയുന്നത്. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ മാനസിക സംഘർഷങ്ങൾ കൂടുവാനുള്ള കാരണം? അതിലൊരു പ്രധാന കാരണം ബന്ധങ്ങളിൽ വന്ന വിള്ളലുകളാണ്. പരസ്പരം ബന്ധങ്ങളില്ലാതെ ഓരോ വ്യക്തികളും ഓരോ തുരുത്തുകളിലായി ജീവിക്കുന്നു എന്നുള്ളതാണ് ഇത്തരത്തിൽ ആളുകൾ ഒരുപാട് മാനസിക പ്രശ്നങ്ങൾ നേരിടാനുള്ള കാരണം. കഴിഞ്ഞ ദിവസം ഒരു അമ്മ, നാട്ടിൽ താമസിക്കുന്ന ഒരമ്മ, പ്രായം ചെന്നൊരു സ്ത്രീ വീട്ടിൽ വന്നു. അവരോട് വിശേഷങ്ങളൊക്കെ ചോദിച്ചു. ആ ചോദിക്കുമ്പോൾ അവർ പറഞ്ഞു, എനിക്ക് വെള്ളത്തിൽ വീണ് ആത്മഹത്യ ചെയ്യാനാണ് ഇഷ്ടം. അങ്ങനെ എൻ്റെ ജീവൻ പെട്ടെന്ന് പോകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് ആ സ്ത്രീ വേദനയോടുകൂടി പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താണ് അങ്ങനെ പറയുന്നത് എന്ന് ചോദിച്ചപ്പോൾ അവരുടെ ഒരു ആൺകുട്ടി അവരോടൊപ്പം താമസിക്കുന്നുണ്ട്. വേറൊരു ആൺകുട്ടി വിവാഹം കഴിച്ച് മറ്റൊരു സ്ഥലത്ത് താമസിക്കുന്നുണ്ട്. പക്ഷേ ഇവരെക്കുറിച്ച് അന്വേഷിക്കുകയോ ഇവർക്ക് വേണ്ടിയുള്ള ക്ഷേമങ്ങൾ അന്വേഷിക്കുകയോ ഇവരോട് വിശേഷങ്ങൾ ചോദിക്കുകയോ ഒന്നും ഈ മക്കൾ ചെയ്യാറില്ല. അവരുടെ കയ്യിലുള്ള കാശ് ചിലപ്പോൾ വാങ്ങിക്കൊണ്ടുപോകും. ഇവർക്ക് ഭക്ഷണങ്ങൾ ഇവർ സ്വയം പാകം ചെയ്ത് വേണം കഴിക്കാൻ. എന്നിട്ട് അവർ വളരെ സങ്കടത്തോടെ പറഞ്ഞത്, ഈ ഓണത്തിന് അവരുടെ ദേഹത്തിട്ട ഒരു തോർത്ത് എടുത്ത് കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഒരു തോർത്ത് തുണി പോലും എനിക്ക് എൻ്റെ മക്കൾ ഈ ഓണത്തിന് വാങ്ങി തന്നില്ല എന്ന് സങ്കടത്തോടെ ആ സ്ത്രീ പങ്കുവെക്കുകയുണ്ടായി. നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ മാതാപിതാക്കൾ അവരിന്ന് ഒരുപാട് മാനസിക പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ആ മാനസിക പ്രയാസങ്ങൾക്കുള്ള പരിഹാരം അവരെ നമ്മൾ നന്നായി ഒന്ന് ചേർത്തു പിടിക്കുക എന്നുള്ളതാണ്. അവരുമായി അല്പനേരം ഇരുന്ന് സംസാരിക്കുക എന്നുള്ളതാണ്. അവരുമായി സംസാരിക്കുമ്പോൾ തന്നെ അവർക്ക് വല്ലാത്തൊരാശ്വാസമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊരു പ്രാർത്ഥനയുണ്ടല്ലോ. ആ പ്രാർത്ഥനയിൽ റബ്ബിർഹം ഹുമാ കമാ റബ്ബയാനി സഗീറ, എന്നെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയതുപോലെ എൻ്റെ മാതാപിതാക്കൾക്ക് കരുണ ചെയ്യണമേ എന്നാണ്. എത്ര വന്നാലും നമ്മുടെ ചെറുപ്പത്തിൽ നമ്മളെ ഒരുപാട് സംരക്ഷിക്കുകയും നമ്മളുടെ ഓരോ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുകയും നമ്മുടെ സങ്കടങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ അവരുടെ കഴിവിൻ്റെ പരമാവധി പരിശ്രമിക്കുകയും ചെയ്തവരാണ് നമ്മുടെ ഓരോരുത്തരുടെയും മാതാവും പിതാവും. അതുകൊണ്ട് തന്നെ നമ്മൾ വളർന്നു വരുമ്പോൾ അവർ പ്രായമാകുകയാണ്. ആ പ്രായത്തിൽ അവരാഗ്രഹിക്കുന്നത് നമ്മുടെ തണലാണ്, നമ്മുടെ സ്നേഹമാണ്, നമ്മൾ അല്പനേരം അവരോടൊപ്പമുള്ള നമ്മുടെ സംസാരങ്ങളാണ്. അതിനുവേണ്ടിയുള്ള സമയം കണ്ടെത്തിയാൽ തന്നെ ഇന്ന് മാനസിക സംഘർഷങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് മാനസികമായ, അത് ശാരീരികമായ രോഗങ്ങളെപ്പോലും ബാധിക്കും. ആ രൂപത്തിലുള്ള പ്രയാസങ്ങൾക്കൊക്കെ പരിഹാരമുണ്ടാക്കാൻ സാധിക്കും എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ മാനസികമായ സമാധാനം ലഭിക്കാൻ വേണ്ടത്, നമ്മുടെ ജീവിതം നിരവധി പരീക്ഷണങ്ങളുണ്ടാകും. ആ പരീക്ഷണങ്ങളിലൊക്കെ നമുക്ക് ക്ഷമിക്കാനുള്ള ഒരു മനസ്സ് ഉണ്ടാകുക എന്നുള്ളതാണ്. അള്ളാഹു പറഞ്ഞത്, ഒബശ്ശിരി സ്വാബിരീൻ, ക്ഷമിക്കുന്നവർക്ക് സന്തോഷ വാർത്ത അറിയിക്കുക എന്നുള്ളതാണ്. പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ നമ്മളൊന്ന് ക്ഷമിക്കാൻ തയ്യാറായാൽ, മനുഷ്യൻ്റെ ഒരു സ്വഭാവം അള്ളാഹു പറഞ്ഞത്, ഖുലിക്കൽ ഇൻസാനു മിൻ അജൽ, മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് അജലാണ്, അജല് കൊണ്ടാണ്, ധൃതിയിലാണ്. അതുകൊണ്ട് എല്ലാം പെട്ടെന്ന് വേണം. ഇന്നത്തെ പുതിയ തലമുറ
പലപ്പോഴും ആത്മഹത്യകളിലേക്കും പലതരത്തിലുള്ള മാനസിക ആ, തര രോഗങ്ങൾക്ക് വേണ്ടിയുള്ള മരുന്ന് ഒക്കെ കഴിക്കുന്ന അവസ്ഥയിലൊക്കെ പോകാൻ കാരണം എല്ലാം എനിക്ക് പെട്ടെന്ന് വേണമെന്നുള്ള ആഗ്രഹമാണ്. അത് അവരെ എത്തിക്കുന്നത് പലപ്പോഴും മാനസിക രോഗികളായി അടിമപ്പെടുന്ന ഒരവസ്ഥയിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഏതെല്ലാം കാര്യങ്ങളുണ്ടോ അതൊക്കെ നമുക്ക് കിട്ടും, നമ്മളൊരല്പം ക്ഷമിച്ചിരുന്നാൽ എന്നൊരു ചിന്ത ഉണ്ടായാൽ തന്നെ നമുക്ക് ഇന്ന് മനുഷ്യരനുഭവിക്കുന്ന ഒരുപാട് മാനസിക പ്രയാസങ്ങൾക്കത് പരിഹാരമാകും. ആ രൂപത്തിലുള്ള ചിന്തകളെ കൂടുതൽ കൂടുതൽ ഉത്തേജിപ്പിക്കുന്ന ഒരു ദിനമാകട്ടെ ഇന്നത്തെ ദിവസം. എല്ലാവർക്കും മനസ്സമാധാനം ലഭിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.